എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വറുത്തരച്ച തിരണ്ടിക്കറിയുടെ റെസിപ്പിയായിട്ടാണ്. അപ്പോൾ മീൻകറി തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോയിലൊന്ന് കാണാം. വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വിട്ടുപോകരുത്. ആദ്യം തന്നെ ഇതിനാവശ്യമായിട്ടുള്ള പുളിയൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 പീസ് പുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് കുറച്ച് സമയത്തേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അപ്പം ഞാനൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കുരുമുളകും 1/2 ടീസ്പൂൺ പെരുംജീരകവും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി 1 കപ്പ് തേങ്ങയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്ക് തേങ്ങ വറുത്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലിട്ട് വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ തേങ്ങ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. തേങ്ങ നല്ലതുപോലെ തന്നെ ഒന്ന് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം ഈ 2 പൊടികളും കൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പം മല്ലിപ്പൊടി നല്ലതുപോലെ തന്നെ വറുത്തത് കിട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതും കൂടി നല്ലതുപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കാം. മുളക് പൊടി ഇട്ടിട്ട് ഒരുപാട് വറുക്കണ്ട, കരിഞ്ഞു പോകും. മുളക് പൊടി ഇട്ട് കുറച്ച് നേരം വറുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഇത് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി കറി വെക്കാനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ പൊട്ടിയതിന് ശേഷം അതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 6 ചെറിയുള്ളി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് വഴന്ന് വരുമ്പോഴേക്കും ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടി ഒന്ന് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു 3 പച്ചമുളക് നടുവേ അരിഞ്ഞിട്ടതും 1 തക്കാളി അരിഞ്ഞതും കൂടി വഴറ്റി കൊടുക്കാം. തക്കാളിയൊക്കെ നല്ലതുപോലെ തന്നെ ഒന്ന് ഉടഞ്ഞ് കിട്ടണം. തക്കാളി ഇവിടെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ വറുക്കാനായിട്ട് 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ മുളക് പൊടി നമുക്കിതിലിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ എല്ലാം നല്ലതുപോലെ തന്നെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ അരച്ചതും കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പുളിയും വെള്ളവും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനോടൊപ്പം തന്നെ പാകത്തിന് വേണ്ട വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കറി ഇവിടെ നല്ലതുപോലെ തന്നെ ഒന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട്. കറി നന്നായിട്ട് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കഴുകി വെച്ചിട്ടുള്ള മീൻ ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. മീൻ ഇട്ടതിന് ശേഷം നമുക്കിതൊക്കെ നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. കറി നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം ഒന്ന് നമുക്ക് കറിയൊന്ന് ചെറുതായിട്ട് വറ്റിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ.
വറുത്തരച്ച കറി നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടു പോകരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.